ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമായിട്ട് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളെ മുഴുവൻ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു നൊമ്പരമായി കിടക്കുന്ന വയനാട് ദുരന്തം. അവിടുത്തെ ഇരിക്കുന്നവർക്ക് എന്ത് പുനരധിവാസമാണ് നൽകിയിട്ടുള്ളത്? ആ പദ്ധതി എത്രത്തോളം എത്തി എന്നുള്ള ഒരു ചോദ്യം ഉയരും. സ്വാഭാവികമായിട്ടും സർക്കാർ ഭാഗത്തു നിന്ന് അതിന് മറുപടിയും ഉണ്ടാകേണ്ടതാണ്. എന്താണ് ഇതുവരെ ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ തരത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു ദുരന്തത്തിനാണ് നമ്മളന്ന് സാക്ഷ്യം വഹിച്ചത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന പേരിൽ അറിയപ്പെട്ടത് ഒരു രാത്രിയിൽ എത്രയോ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയ മനുഷ്യർ ആ ഉറക്കത്തിന് പോകുമ്പോൾ അവരാരും ഇങ്ങനെ ഒരു ദുരന്തത്തെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. ദാരുണമായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യൻ അവരൊരു ജീവിതകാലം കൊണ്ടോ ഒന്നിലേറെ അവരുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഉണ്ടാക്കിയ ജീവിത സമ്പാദ്യങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത വീടുകൾ, തോട്ടങ്ങൾ, കൃഷിഭൂമികളെല്ലാം കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഒലിച്ചു പോകുന്ന കാഴ്ചയാണ്. അതുപോലെ പക്ഷിമൃഗാദികളെല്ലാം അവിടെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വനപ്രദേശം കൂടിയാണ്. ആ വനത്തിലൊക്കെ വിഹരിച്ചിരുന്ന മൃഗങ്ങൾ എല്ലാം ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെടുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യൻ്റെയും മനസാക്ഷിയെ മരവിപ്പിച്ചു. എത്രയോ ദുരന്ത കഥകളാണ് പിറ്റേ ദിവസം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അവിടെ തരിച്ചു നിന്ന മലയാളിയുടെ മുമ്പിൽ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഏത് പ്രതിസന്ധി കേരളത്തിലുണ്ടായപ്പോൾ, പ്രകൃതി ദുരന്തങ്ങളടക്കമുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോഴും എല്ലാ മലയാളിയെയും ചേർത്ത് പിടിച്ചതുപോലെ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഒപ്പമുണ്ട് സർക്കാർ, നിങ്ങൾ ഭയപ്പെടേണ്ടതല്ല. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ മുമ്പിൽ ഇതൊരു വലിയ പ്രതീക്ഷയുടെ വാക്കുകളാണ്. ആ പ്രതീക്ഷയുടെ വാക്കുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സഹായം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് കൊടുത്തു. സ്വാഭാവികമായി ഇതിനൊരാഴ്ച കഴിഞ്ഞാണ് മഹാരാഷ്ട്രയിലെ ദുരന്തമുണ്ടായത്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് 400 ചില്ലുവാനം കോടി രൂപ ആദ്യ ഗഡു അനുവദിച്ചു. തൊട്ടു പുറകിലാണ് ഹിമാചൽ പ്രദേശിൽ മിന്നൽ പ്രളയം ഉണ്ടായി, വലിയ ദുരന്തമുണ്ടായത്. അവിടെയും വലിയ തോതിൽ സഹായിച്ചു. ത്രിപുരയിലുണ്ടായി, അവിടെ സഹായിച്ചു. പക്ഷേ കേരളത്തിൽ ഒരു പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തില്ല. പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിച്ചു. എല്ലാവരും പ്രതീക്ഷിച്ചു വലിയ ഒരു പാക്കേജുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഒരു പൈസ അദ്ദേഹം കൊടുത്തില്ല. അവസാനം ഹൈക്കോടതി കേസ് കൊടുത്ത് വളരെ വലിയ നിയമയുദ്ധങ്ങൾക്ക് ശേഷം കോടതി പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി പൈസ കൊടുക്കണം. 50 വർഷത്തേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചടക്കേണ്ട രീതിയിൽ കുറച്ച് പൈസ സഹായിച്ചു. ഇത് വെച്ചാൽ കാര്യമായി അതിൻ്റെ ഒരു ആകെ ചെലവിൻ്റെ ഒരു 15-1 പോലും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് പൈസ എല്ലാ ചെലവുകളുടെ കൂട്ടത്തിൽ കുറച്ച് പൈസ മാറ്റിവെക്കുകയും അതേപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മലയാളിയും അതേപോലെ തന്നെ മറ്റു പലരും സഹായിച്ചു. വലിയൊരു നിധിയുണ്ടാക്കി. ഏതാണ്ട് 700-ലേറെ കോടി രൂപ സമാഹരിച്ച് ഗവൺമെൻറ് മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളും വഴിയാധാരമാകില്ല, നിങ്ങൾക്കെല്ലാം പാർപ്പിടം ഉൾപ്പെടെ ജീവിത മാർഗത്തിന് വേണ്ട സഹായം ചെയ്തു തരും. ഗവൺമെൻറ് ആ പ്രഖ്യാപിച്ചതനുസരിച്ച് ആളുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ചെയ്യും. ഒന്നുകിൽ ഗവൺമെൻറ് അവിടെ എൽസ്റ്റൺ എന്ന് പറഞ്ഞൊരു തോട്ടത്തിൻ്റെ ഭൂമി ഏറ്റെടുത്തു. അതിനൊത്തിരി നിയമയുദ്ധം ഉണ്ടായി. ആ തോട്ടം ഉടമകൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ രാഷ്ട്രീയ ഇടപെടലുണ്ട്. അന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് 1 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് പിന്നെ കുറേ തവണകളായി തിരിച്ച് തരാമെന്നുള്ള കണ്ടീഷനിൽ പിടിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഒരു പൈസ ഒരാൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒരു പൈസ ഒരാൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഈ സർക്കാർ രാഷ്ട്രീയം കളിക്കാനായി, ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം വെച്ചാണ് പറയുന്നത്, പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒരു പൈസ കേരളത്തിലെ UDFലെ 2-3 ഈ വയനാട്ടിലൊരു MP ഉണ്ടായിരുന്നു അന്ന്, രാഹുൽ ഗാന്ധി, അതെ, ഇന്ത്യയുടെ പ്രതിപക്ഷ ഈ മണ്ഡലത്തിലെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ്. ഒരു പൈസയുടെ സഹായം കൊടുത്തില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യമായി വാങ്ങിയെടുക്കാൻ ആ MP മെനക്കെട്ടില്ല. അവിടെ ഒരു സഹായം ശ്രമിച്ചില്ല. കേരളത്തിലെ UDF ആകെ ഈ പദ്ധതിക്ക് എതിരെ വലിയ പ്രചരണം നടത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കാശ് കൊടുത്താൽ അത് പാർട്ടിക്കാർക്ക് കൊടുക്കുന്നതിന് തുല്യം, അതുകൊണ്ട് പാവങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഇപ്പം എന്താ ഉണ്ടായത്? അന്ന് ഈ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും വാക്ക് കേട്ട് കുറേ പാവങ്ങൾ വിശ്വസിച്ച് പോയി അവിടെ ഈ വയനാട്ടിൽ, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ് 2 പാക്കേജ് വെച്ചു. ഗവൺമെൻറ് അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് ആ ടൗൺഷിപ്പിൽ എല്ലാവർക്കും ഒരേപോലത്തെ വീടുകൾ, അവിടെ വലിപ്പച്ചെറുപ്പത്തിന് വ്യത്യാസമില്ല, എല്ലാവർക്കും സൗകര്യപ്രദമായ 2 കിടപ്പുമുറികളടക്കമുള്ള ഒരേ തരം വീടുകൾ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ വീട് വെച്ച് കൊടുക്കുന്നിടം വരെ അവർക്ക് താമസിക്കാൻ വാടക കാശ് സർക്കാർ കൊടുക്കുന്നു. വീട് വെച്ച് കിട്ടുന്നിടം വരെയുള്ള സൗജന്യ റേഷൻ കൊടുക്കുന്നു. അവർക്ക് മറ്റെല്ലാ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് റേഷൻ കാർഡ് ഒപ്പിച്ചു. ഒരു ഗവൺമെൻറ് എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കും, അവിടെ നിന്ന് ഗവൺമെൻറ് അതിൻ്റെ കൂട്ടത്തിലെല്ലാം ചെയ്തു കൊടുക്കും. അധ്യയന വർഷം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അതിന് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പള്ളിക്കൂടം പുനർനിർമ്മിച്ചു കൊടുക്കുന്നു. എല്ലാം ചെയ്തു കൊടുത്തിട്ട് കുട്ടികൾക്ക് ആ സ്കൂൾ ഒലിച്ചുപോയി. അവർക്ക് പകരം പഠിക്കാൻ വേറെ സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുത്തു. എല്ലാ തരത്തിലും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതം എങ്ങനെ കൊണ്ടുപോകണോ അതിന് വേണ്ട കാശ് എല്ലാ തരത്തിലും സർക്കാർ ചെയ്തു. അപ്പോൾ അതിൽ വിശ്വാസമില്ലാതെ ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും പ്രചരിപ്പിച്ചതനുസരിച്ച് കുറേ പേര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഭൂമി വേണ്ട, സർക്കാർ ഒരു 15 ലക്ഷം ഞങ്ങൾക്ക് തന്നേര്, ഞങ്ങൾ വേറെ ഭൂമി പോയി താമസിച്ചാൽ കോൺഗ്രസും BJP ലീഗും അവിടെ ഭൂമി വാങ്ങിച്ച് വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. അത് വിശ്വസിച്ച് പോയവരാ. ഇപ്പോൾ എന്താ സ്ഥിതി? സർക്കാർ ആദ്യഘട്ടമായി 178 വീടുകൾ അവിടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ ഈ 27-ാം തീയതി ആ വീടുകളുടെ താക്കോൽദാനമാണ്. മുഖ്യമന്ത്രി അത് കൊടുക്കുകയാണ്. അപ്പം ഈ 15 ലക്ഷം മേടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വീട് പ്രതീക്ഷിച്ച് പോയവരെല്ലാം എന്ത് ചെയ്തു? ഇപ്പം അവർ വീണ്ടും ഇപ്പം കളക്ടറുടെ പത്രസമ്മേളനം ലീഗ് അവിടെ വാഗ്ദാനം ചെയ്തു. ലീഗ് വാഗ്ദാനം ചെയ്തത് ലീഗ് എങ്ങാണ്ട് ഈ ജനവാസ മേഖലയിൽ അല്ലാത്തൊരു സ്ഥലത്ത് പോയി ഒരു 15 ഏക്കർ സ്ഥലം മേടിച്ചു. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മുസ്ലിം ലീഗ് നേതാവ് വിൽക്കാൻ പറ്റാതെ കിടന്ന് ഈ പരിസ്ഥിതി ലോല പ്രദേശത്തെ ഉള്ള സ്ഥലം മേടിച്ചാണ് അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. ലീഗിൻ്റെ പ്രശ്നം അവിടെയാണ്. അത് വല്ലാത്ത നിയമക്കുരുക്കി കിടക്കുന്നു. അതിനുശേഷം ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധി MP എന്ന തരത്തിൽ അന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കൊണ്ട് പ്രഖ്യാപിച്ചു 100 വീട്. എവിടെ പോയി 100 വീട്? കാണാനില്ല. KPCC 100 വീട്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് 35 വീട്. ഈ KPCC 100 വീടിന് വേണ്ടി ലോകം മൊത്തം പിരിച്ചു. എത്ര വീട് കൊടുത്താൽ അവിടെ പരിഹാരമാകുന്നു? ആ പരിഹാരമാണെന്ന് വെച്ചാൽ കുറേ ഏറെ ആളുണ്ട് 15 ലക്ഷം രൂപ വാങ്ങി സർക്കാരിൻ്റെ വീട് വേണ്ടെന്ന് പറഞ്ഞ് പോയവരുടെ കാര്യത്തിൽ ഇനി സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അവർ പോയി കഴിഞ്ഞു. ബാക്കി എല്ലാം കൂടി ഇപ്പോൾ അവരിത് നിരസിച്ച് പോയവരാണ്. അവർ നിരസിച്ചു പോയി. ആനുകൂല്യമൊന്നും ബാക്കിയുള്ളവർക്ക് മുഴുവൻ 1-ാം ഘട്ടമായി 178 വീട് പൂർത്തീകരിക്കുന്നു. ബാക്കിയുള്ളവരുടെ സർക്കാരിൻ്റെ അടുത്ത് വീട് വേണമെന്ന് ആവശ്യപ്പെട്ടവരുടെ എല്ലാം 2-ാം ഘട്ടമായിട്ട് ഇപ്പം തന്നെ അത് ഉടൻ തന്നെ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ആകെ കിട്ടിയത് കുറേ ഈ 50 വർഷം കഴിഞ്ഞ് തിരിച്ചടക്കേണ്ട വായ്പ മാത്രം. അത് ആ ആവശ്യത്തിൻ്റെ 15-1 പോലും ഇല്ലാത്ത തുക. അതാണ് അവിടെ നമുക്ക് പറ്റി. അപ്പോൾ വീട് വയ്ക്കുന്ന കാര്യത്തിലും കേന്ദ്രത്തിന് പ്രത്യേക സഹായം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ 50 വർഷത്തിന് ശേഷം തിരിച്ചടക്കേണ്ട പൈസ മാത്രമാണ് കേന്ദ്രം ഇപ്പോഴത്തെ. അത് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലിന് ശേഷം ഇപ്പൊ ലീഗും കോൺഗ്രസും ഇത്തരത്തിൽ ചില പ്രയത്നങ്ങൾ ഇത് കേൾക്കാം. അതിനകത്ത് രസം എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയിൽ ഒരു പൈസ ഇപ്പൊ വെളി കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചതിൻ്റെ അവിടെ കോൺഗ്രസ് ആയിട്ട് 100 പേർക്ക് വീട് വെച്ച് കൊടുക്കണേ, ശരാശരി ഒരു 10 സെൻറ്റെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ എത്ര വേണം? ഒരു 15 ഏക്കർ വേണം. മറ്റ് സൗകര്യങ്ങളും എല്ലാം കൂടെ കൊടുക്കണമെങ്കിൽ, കളിസ്ഥലവും എല്ലാം കൂടെ ചേർത്ത് വേണമല്ലോ ഇപ്പോൾ വീട് ഒരു പ്രോജക്റ്റ് കൊടുക്കണമെങ്കിൽ. അവിടെ 3.25 ഏക്കറാണ് കോൺഗ്രസ് വാങ്ങിച്ച് എവിടെ പണിയാൻ പറ്റും? ആളുകളുടെ നിന്ന് വാങ്ങിച്ച പൈസ കോൺഗ്രസ് ഒരു പ്രത്യേക ആപ്പ് തുറന്ന പൈസ പിരിച്ചത്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നടത്താൻ ഇത് ഉപയോഗിച്ചെന്ന്. പാവപ്പെട്ട മനുഷ്യൻ്റെ മരണത്തെ വിറ്റ് കാശാക്കിയവരില്ലേ ഇത്? എന്ത് മര്യാദയാണ് പറയാനുള്ളത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് അതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ട് ഇപ്പം? അപ്പോൾ BJP ഘടകമൊന്നും അവിടെ ഒരു തരത്തിൽ BJP എന്താ ചെയ്തതെന്ന് എനിക്ക് അതിനെപ്പറ്റി വ്യക്തം. പക്ഷെ BJP ഇതുപോലെ പരസ്യമായി പ്രഖ്യാപിച്ചില്ല. അവരിങ്ങനെ ഞങ്ങൾ ചെയ്യാമെന്നൊന്നും പ്രഖ്യാപിച്ചല്ലോ. UDF-ഉം BJP കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ അത് പ്രതിരോധം മാത്രമേ ഉള്ളൂ. ഇവിടെ അതല്ല. അവിടെ UDF-ന്റെ MLA മുസ്ലിം ലീഗിന്റെ കേന്ദ്രമാണ്. അവിടെയാണ് ഈ വിഷയം. അവിടെ ആ രാഷ്ട്രീയ താല്പര്യം അവർക്ക് 2 പേർക്കും അവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവരാണ് പ്രഖ്യാപിച്ച് നാട്ടിൽ നിന്ന് പൈസ പിരിച്ചു. മോശം യഥാർത്ഥ വിഷയം എവിടെയാണ്? ഈ മരണത്തെ വിറ്റ് കാശ് പിരിച്ച കാശ് അവന്മാർ തിന്നു. ഈ നാട്ടിലെ പാവപ്പെട്ടവർ ആ കാശ് കൊടുക്കാനില്ല. അതുകൊണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ എവരുടെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരിപ്പോൾ കളക്ടറോട് ചെന്നിട്ട് പറഞ്ഞു സർക്കാർ വെച്ച് കൊടുക്കുന്ന വീടിൻ്റെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇത് തരുമെന്ന് ചോദിച്ചു. കളക്ടർ പറഞ്ഞു നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ച് പോയവരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആ പാവങ്ങൾ വലഞ്ഞുപോയി. ഈ കോൺഗ്രസിനെ കോൺഗ്രസ് ലോകത്ത് മരണം വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ. നമുക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ വിറ്റ് കോൺഗ്രസ് വോട്ട് പിടിച്ചത്, രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ വിറ്റ് വോട്ട് പിടിച്ചത്. ഒരു മടിയുമില്ലാത്ത കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ
വയനാട്ടിൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ദുരന്തത്തെ വിറ്റ് ആ പൈസ എടുത്ത് പുട്ടടിച്ചു. കേരളത്തിലെ ഒരു ചാനലുകാർ, കോൺഗ്രസിന് സൗകര്യമുണ്ടല്ലോ, ചോദിക്കുന്നുണ്ടോ ഇത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ചോദിക്കുന്നുണ്ടോ എവിടെ കൊണ്ട് ഈ കാശുകൾ കൊണ്ട് ഇതിന് കണക്കുണ്ടോ? കേരളത്തിൽ അക്കൗണ്ടബിലിറ്റി വേണ്ടേ? മനുഷ്യൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? നാട്ടുകാരുടെ ഇത് പിരിച്ച പൈസ ദാ ഇത്രയുണ്ട് ഞങ്ങളുടെ ഇന്ന് വരെ കോൺഗ്രസ് പിരിച്ച ഇത്ര പൈസ എന്ന് ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദാ ഇത്രയും ഞങ്ങളുടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ഇത്ര പേർക്ക് വീട് വെച്ചുകൊണ്ട് കോൺഗ്രസ് പണിഞ്ഞു കൊടുക്കുമെന്ന് ഇപ്പോഴും പറയുന്നല്ലോ ഉളുപ്പില്ലാതെ സതീശൻ. ആരാണ് നിങ്ങളുടെ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ ഈ നാട്ടിലെ പാവങ്ങളെ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് കബളിപ്പിക്കുന്നത് പോലെ ഒരു നാടകമായിട്ട് സർക്കാർ വീട് വെച്ച് ഇത്ര പെട്ടെന്ന് വീട് വെച്ച് കൊടുക്കുമെന്ന് കോൺഗ്രസ് ധരിച്ചില്ല. വളരെ എണ്ണയിട്ട യന്ത്രം പോലെ സർക്കാർ മിഷനറിയെ ചലിപ്പിച്ച് ആ വീടുകളുടെ പൂർത്തീകരണമായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ജാള്യത. ചിലരെ പത്രങ്ങളിലെങ്കിലും ചോദിക്കുന്നുണ്ട് എവിടെ നിങ്ങളുടെ വീട്? അപ്പം പറയുന്നു ഞങ്ങൾ ഇതാണ്ട് 3 ഏക്കർ ആന ഇപ്പം തന്നെ ആ കോൺഗ്രസ് വാങ്ങിച്ചെടുത്ത് കഴിഞ്ഞ ആഴ്ച ആന കയറി നാശമുണ്ടാക്കി. ആ സ്ഥലത്ത് മനുഷ്യൻ പോയി താമസിക്കുമോ? ഈ ആളുകളുടെ കണ്ണിൽ പൊടിയനാൻ പോയി 10-15 ഏക്കർ വാങ്ങിക്കേണ്ടതിന് പകരം പോയി ഒരു 3.25 ഏക്കർ ചുളു വിലയ്ക്ക് വാങ്ങിച്ചു ഞങ്ങളിത് ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിടാൻ പോകുന്നത്. തറക്കല്ലിട്ടാൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ണിൽ പൊടിയിടുക, തറക്കല്ലിട്ടാൽ അവൻ എന്തെങ്കിലും പണിയൊന്നും ഉറപ്പുണ്ടോ? CM സ്റ്റീഫന്റെ സ്മാരകത്തിന് കൊല്ലത്ത് എനിക്കും സാറിനും അറിയാം എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിരിച്ച പൈസ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കോൺഗ്രസ് CM സ്റ്റീഫൻ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് സ്മാരകം പണിയാൻ കൊല്ലത്ത് പിരിച്ച പൈസ ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധി പോലും ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. അതാണ് കോൺഗ്രസ്. ഇപ്പൊ ഈ മനുഷ്യന്റെ മരണം ഉൾപ്പെടെയുള്ള ദുരന്തത്തെ വിറ്റ് പിരിച്ച പൈസ ഈ പാവങ്ങളെ കാണിച്ചല്ലേ പൈസ പിരിച്ചത്? എവിടെ പോയ പൈസ? ഒരു പൈസ ഇത്ര രൂപ ഇന്ന ആള് തന്നു ഒരു കണക്ക് വെച്ചിട്ടുണ്ടോ? എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ? ആളുകളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രം. അവരാണ് ഇപ്പോൾ സർക്കാർ. അതേസമയം എന്താ സർക്കാർ പറഞ്ഞതുപോലെ പ്രതിജ്ഞാബദ്ധമായി അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു കൊടുക്കുകയാണ്. ആ വീട് മാത്രമല്ല, വീട് കിട്ടുന്നിടം വരെ അവർക്ക് താമസിക്കാൻ വാടക, പഠനം നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് സൗകര്യം, പള്ളിക്കൂടങ്ങൾ, അവിടെ ആ ടൗൺഷിപ്പിനകത്ത് അംഗൻവാടി, ആശുപത്രി, മാർക്കറ്റ്, എല്ലാ സൗകര്യങ്ങളും പണിഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റിക്രിയേഷൻ സൗകര്യങ്ങൾ എല്ലാം പണിഞ്ഞൊരു മികച്ച ടൗൺഷിപ്പായിട്ട് ഇപ്പോൾ സർക്കാർ പണിഞ്ഞു കൊടുക്കാൻ പോകുന്നു. ആ പണിഞ്ഞു കൊടുക്കുന്നിടത്ത് ആളുകൾ വന്ന് താമസിക്കും. എന്തൊരു സംതൃപ്തി അവർക്ക്. അവർ പറയുന്നത് ഇന്നലെ എൻ്റെ ലോട്ടായിരുന്നു. അവിടെ ഒരു പക്ഷപാതം സർക്കാർ കാണിച്ചില്ല. ഇതിലേത് വീട് ആർക്കെന്നുള്ളത് നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു. അതും ഏറ്റവും മാതൃകാപരമായി. അല്ലാതെ സർക്കാരിലെ ഇഷ്ടപ്പെട്ടവർക്ക് ഇന്ന വീട് ഇന്ന ഭാഗത്തെ വീട് അതൊന്നുമില്ല. ഒരു നറുക്കെടുപ്പ്, പൊതു നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പിൽ നറുക്ക് കിട്ടുന്നവർ, ഓരോ നമ്പർ എടുക്കുന്നവർ ആ വീടിൻ്റെ നമ്പർ അവർക്ക്. ഒന്നാമത്തെ ആളിന് 120ാമത്തെ ഒക്കെ വീട് 728 വീടാണ് പോകുന്നത്. ഇപ്പം ആദ്യം തീർത്തിരിക്കുന്നത് 750 വീട് ആദ്യഘട്ടത്തിൽ. ഇനി 2ാം ഘട്ടം ബാക്കി കിടക്കുന്നു. ഇതൊരു ചെറിയ കാര്യമാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് പറയുന്ന വാക്ക് പാലിക്കുകയും അതേസമയം ഈ സർക്കാരിനെ വിശ്വസിച്ച് പൈസ കൊടുക്കരുത്, ഞങ്ങൾക്ക് പൈസ താന്ന് പറഞ്ഞ് പിരിച്ചേച്ച് ഈ മരണത്തെ വിറ്റ് പിരിച്ച കാശ് ഇപ്പോൾ അതിന് കണക്ക് പോലും ഇല്ലാത്ത ആ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കേരളം കൈകാര്യം? ഇവരെ എങ്ങനെ വിശ്വസിച്ച് അവർ പറയുന്ന ഒരു പുതു യുഗം കേരളത്തിലുണ്ടാക്കാൻ ഞങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ മലയാളിക്ക് പറ്റും? അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിലാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ മലയാളി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോകുന്നത്. ആ ചോദ്യമാണ് എല്ലാ മനുഷ്യൻ്റെയും. കാരണം മരവിച്ച മനസ്സോടെ മാത്രമേ ആ വിഷയത്തെ നമുക്ക് കാണാൻ പറ്റൂ. അവിടെയും കോൺഗ്രസ്സുകാർ കണ്ടത്, ഇല്ലെങ്കിൽ UDF ലീഗ് ഉൾപ്പെടെ UDF കണ്ടത് എന്താ? അതിനകത്തിലെ ലാഭത്തെ പറ്റിയാണ്. ആ പാവങ്ങളുടെ പേര് പറഞ്ഞ് എങ്ങനെ 10 പൈസ ഉണ്ടാക്കാവുന്നതിനെ പറ്റി ആലോചിച്ചവരുടെ കയ്യിൽ എങ്ങനെ കേരള ഭരണം കൊടുക്കാൻ പറ്റും? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തമായ വിഷയമെന്നാണ് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.